ഈ വരുന്ന മാസങ്ങൾ സ്കൂളുകളിൽ കലോത്സവങ്ങളുടെയും ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര മേളകളുടെയും മാസങ്ങളാണ്. അപ്പോൾ നമുക്ക് UP തലത്തിലുള്ള ഗണിതശാസ്ത്ര ക്വിസിന് വേണ്ടുന്ന കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെ, ഈ ഒരു രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യം കണ്ടാൽ നിങ്ങൾ മനസ്സിലാലോചിക്കുക, ഇതിന് ഒരു എളുപ്പ വഴി എന്തോ ഉണ്ട്. അതെങ്ങനെയാണെന്ന് അതിന്റെ പാറ്റേൺ നോക്കിയാൽ മനസ്സിലാകാം. അതായത് ഇപ്പോൾ 1 + 1/9 എന്നുള്ള ആദ്യത്തെ സംഖ്യ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ആദ്യമേ 1ഉം 9ഉം കൂടെ ഗുണിക്കുക. 1 9 9, അതാണ് ഈ സംഖ്യ. അതിനോടൊപ്പം ഈ 1 അതുപോലെ തന്നെ എഴുതുക. 9 + 1 ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്നത് ഏതാണോ അത് അതേപോലെ ഇട്ട് 9 + 1 ഡിവൈഡഡ് ബൈ 9, 10/9 എന്നുള്ളത് കിട്ടും. അതുപോലെ അടുത്ത സംഖ്യ ചെയ്തു നോക്കി. അടുത്ത സംഖ്യ ചെയ്യുമ്പോൾ 9/8 എന്നുള്ളതാണ് കിട്ടുന്നത്. അപ്പൊ ഈ സംഖ്യകൾ നമ്മളിവിടെ എഴുതി. 10/9, 9/8, 8/7, 7/6, ഇങ്ങനെ ഓരോ രീതിയിൽ പോയി 3/2, ഏറ്റവും അവസാനത്തെ സംഖ്യ വേണമെങ്കിൽ ഒരു സംശയത്തിന് വേണമെങ്കിൽ ചെയ്തു നോക്കുക. 3/2 എന്നുള്ളത് കിട്ടും. അപ്പോ സംഖ്യകൾ എഴുതി കഴിഞ്ഞു. ഇനി ഇത് ചെയ്യാൻ സംഖ്യകൾ എന്ത് ചെയ്യുക? വെട്ടി ക്രിയേറ്റ് ചെയ്യുക. അപ്പോ നമുക്ക് ഓരോ സംഖ്യകളെയും വെട്ടി ഇങ്ങനെ പോകാൻ കഴിയും. ആര് ബാക്കി നിൽക്കും? 10 ബാക്കി നിൽക്കും. ഇവിടെ ആര് ബാക്കി നിൽക്കും? 2 ബാക്കി നിൽക്കും. 10 ഡിവൈഡ് ബൈ 2 5 എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താം. അപ്പൊ ഇത് PSC പരീക്ഷകൾക്ക് ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ളതാണ്. UP തലത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു, ഉപജില്ലാ തലത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഈ ഒരു ചോദ്യം ഉത്തരം 5 ആണ്. അടുത്തൊരു ചോദ്യം, ഇതിലും എളുപ്പവഴിയുണ്ട്. 3ന്റെ ആദ്യത്തെ 5 ഗുണിതങ്ങളുടെ ശരാശരി. 3ന്റെ ആദ്യത്തെ 5 ഗുണിതങ്ങൾ, അതായത് 3, 6, 9, 12, അങ്ങനെ 5 ഗുണിതങ്ങളാണ്, 5 സംഖ്യകളാണ് നമുക്ക് വേണ്ടുന്നത്. അതിന്റെ ശരാശരി കണ്ടെത്താൻ ഇതേപോലെ ഒരു പാറ്റേണിൽ ആവർത്തിച്ച് വരികയാണ്. കാരണം നടുക്കത്തെ സംഖ്യ ആയിരിക്കും എന്ത് വരുന്നത്? അതിന്റെ ശരാശരി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സംഖ്യ എഴുതി നോക്കാം. 3, 6, 9, 12, 15, ഇതാണ് 5 ഗുണിതങ്ങൾ. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? നടുക്ക് വരുന്ന സംഖ്യ 9 ആണ്. ഇത് നമ്മൾ കലണ്ടർ കണക്ക് പഠിച്ച സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ളതായിരുന്നു. അറിവുത്സവവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവുമായിരുന്നു. അപ്പോ ശരാശരി കണ്ടുപിടിക്കാൻ വേണ്ടി എന്താലോചിച്ചാൽ മതി? നടുക്ക് വരുന്ന സംഖ്യയാണ് എന്നുള്ളത് ആലോചിച്ചാൽ മതിയാകും. അടുത്തൊരു ചോദ്യം പോളിനോമിയലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്ത് കണ്ടെത്താവുന്നതാണ്. തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുക 1350 ആണ്. ആദ്യ സംഖ്യയുടെയും അവസാന സംഖ്യയുടെയും തുക എന്ത് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പൊ 3 സംഖ്യകൾ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. x, x+1, x+2. അപ്പൊ 3 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 1350 കിട്ടും. അപ്പൊ ഇതിനെ എല്ലാം കൂടെ കൂട്ടി 3x ഉണ്ട് ഇവിടെ. 3x പ്ലസ് സംഖ്യ 3x + 3 1350 ആണ്. അതിൽ നിന്ന് 3x 1347 ആണ്. എന്ത് സംഭവിച്ചു? ഈ 3 ഇങ്ങിപ്പുറത്ത് പോയപ്പോൾ മൈനസ് ആയി. 1347 ഡിവൈഡഡ് ബൈ 3 നമുക്ക് 449 എന്ന് കിട്ടും. അതായത് എക്സിന്റെ വില എത്രയാണ്? 449. അപ്പൊ x+1 449 + 1 450. അടുത്തത് x+2 449 + 2 451. ഇപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോൾ ആദ്യത്തെ സംഖ്യ അവസാന സംഖ്യയും കൂട്ടുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് 900 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ മറ്റൊരു ഭാഗവും കൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നു. 1347 എന്ന സംഖ്യ കണ്ടു. ഇതിനെ 3 കൊണ്ട് ഭാഗിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊരു സംശയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കാം. 3 കൊണ്ട് നമുക്ക് ഭാഗിക്കാൻ കഴിയും. ഏത് സംഖ്യയാണെങ്കിലും ഭാഗിക്കാൻ കഴിയും. ആ സംഖ്യ 3ന്റെ ഗുണിതമാണെങ്കിൽ. സംഖ്യ ഒന്ന് കൂട്ടി വെക്കുക. 7 4 11, 11 3 14, 14 1 15. 15 എന്ന് പറയുന്നത് 3ന്റെ പട്ടികയിൽ വരുന്നതാണ്. therefore നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ഭാഗിക്കാൻ സാധിക്കും. അതേ ഒരു ചോദ്യമാണ് ഇവിടെ. ഈ ടോപ്പിക്കിനെ നമ്മൾ പറയുന്നത് ഡിവിസിബിലിറ്റി എന്നാണ്. ഡിവിസിബിലിറ്റിയിൽ പ്രധാനമായിട്ടും ചോദിക്കുന്നത് 3ന്റെയും 9ന്റെയും ഗുണിതങ്ങളാണ്. ഇവിടെ 9ന്റെ ഗുണിതമാണെങ്കിൽ, അതായത് ഇവിടെ ഒരു സംഖ്യ തന്നിട്ടുണ്ട്, ഇത്രയും വലിയൊരു സംഖ്യ നൽകിയിട്ടുണ്ട്. ഈ സംഖ്യയിൽ a എന്ന് പറയുന്ന സംഖ്യ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നമ്മളതൊന്ന് കൂട്ടി നോക്കി. 7 4 11, 11 3 14, 16, 17, 22 വരെ നമ്മൾ വന്നു. കൂട്ടി നോക്കുമ്പോൾ 22 വന്നു. 22ഉം അതിനോടൊപ്പം എയുമാണ് കിടക്കുന്നത്. 9 9, 29 18, 9 27. നമുക്ക് 22 വന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ കൂടെ
7 ആകാൻ എന്ത് ചെയ്താൽ മതി? 5 കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ ആ സംഖ്യ എത്രയാണ്? 5 ഓക്കെ. അപ്പൊ ആലോചിക്കാം, 3ന്റെ ഗുണിതമാണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? സംഖ്യകൾ കൂട്ടി 3ന്റെ പട്ടികയിൽ വരുന്നു എന്ന് നോക്കുക. 9ന്റെ ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? സംഖ്യകൾ കൂട്ടി അത് 9ന്റെ പട്ടികയിൽ വരുന്നു എന്ന് നോക്കുക. 9 ഒന്നില് അറ്റ്ലീസ്റ്റ് 3ന്റെ എങ്കിലും വരുമോ എന്ന് നോക്കുന്നത് 9ന്റെ പട്ടിക പാടാണെങ്കിൽ. ഇനി മറ്റൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ എളുപ്പ വഴിയോ ഇതിന്റെ വിശദീകരണമോ അറിയാവുന്നവർ ഒന്നെന്നെ സഹായിക്കുക. കമന്റ് ബോക്സിൽ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തേക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരം കണ്ടെത്തുന്ന വഴി ഒന്ന് പറഞ്ഞു തരിക. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക. എനിക്കിതിൽ നിന്ന് ഇപ്പൊ നമ്മള് ഇങ്ങോട്ട് 1, 2, 3 സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ എത്തുന്നു. 1, 2, 3, 4 സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ എത്തുന്നു. അതേപോലെ ഇവിടെ നിന്ന് 1, 2, 3, 4 അങ്ങനെ 4 സ്റ്റെപ്പ് വരാം. ഇനി വേറെ രീതിയിൽ 1, 2, 3, 4 ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ പിയിൽ നിന്ന് നമുക്ക് 6ലേക്ക് എത്താം. അതായത് 4 സ്റ്റെപ്പ് എന്തായാലും പോയേ പറ്റൂ. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് 4 ഇതെന്താണെന്ന് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. 4 ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. മൈനസ് ആണോ? എന്തായാലും ഉത്തരം 6. അത് നോക്കട്ടെ, തൊട്ടടുത്ത പേജിൽ ഇട്ടേക്കാം. അതിന്റെ ക്രിയ ഇട്ടേക്കാം, നോക്കട്ടെ. ഇങ്ങനെയാണ്, ഇതൊരു റൂളാണ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ സംഖ്യയെ അതുവരെ എഴുതിയേക്കുന്ന ആ സംഖ്യ വരെ ഗുണിക്കുക. 1 ഗുണം 2 ഗുണം 3 ഗുണം 4 ഇതാണ് ഈ ഒരു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുന്നു. ഇതിപ്പോൾ 5 ആയിരുന്നെങ്കിലോ ഇവിടെ 3 ഗുണം 4 ഗുണം 5 ആയേനെ. 15 ആയിരുന്നെങ്കിലോ 1 ഗുണം 2 ഗുണം 3 ഗുണം 4 ഗുണം 5 ഗുണം 6 ഗുണം 7 ഗുണം അങ്ങനെ 15 വരെ സംഖ്യകൾ ഗുണിക്കണമായിരുന്നു. ഇപ്പോൾ ഇത് 4 എന്ന് നമ്മളിവിടെ എഴുതിയേക്കുന്നു. എന്തുകൊണ്ടാണ്? നമുക്ക് ചതുരത്തിൽ നമുക്ക് എത്തണമായിരുന്നു എങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ? 4 സ്റ്റെപ്പ് കടന്നു പോയേ പറ്റൂ. അതായത് ഇവിടെ നമുക്കിവിടെ എത്തണം, 4 സ്റ്റെപ്പ് കടന്നേ പറ്റൂ എങ്ങനെ പോയാലും. ഇപ്പോൾ 1 ഇവിടെ ഒരു സ്റ്റെപ്പ്, ഇത് 2 സ്റ്റെപ്പ്, 3 സ്റ്റെപ്പ്, മുകളിലത്തത് 4ാമത്തെ സ്റ്റെപ്പ്. നമ്മൾ ഏത് വഴി പോയാലും 4 സ്റ്റെപ്പ് എത്തും. 1, 2, 3, 4. അപ്പം 4 സ്റ്റെപ്പ് എത്തും. അതുകൊണ്ട് മുകളിലത്തെ സംഖ്യ നമ്മൾ 4 എന്ന് കൊടുത്തു. എന്നിട്ട് തൊട്ട് താഴെ ഓരോ ടേണും എത്രയായിരുന്നു എന്ന് നോക്കി. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 2 വേണം, വശങ്ങളിലോട്ട് മുകളിലോട്ട് 2 വേണം. അല്ലാതെ ഇവിടെ നിന്ന് വരുവാണെങ്കിലും എങ്ങനെ തന്നെയാണ്? ഒരെണ്ണം വശങ്ങളിലോട്ട്, ഒരെണ്ണം മുകളിലോട്ട്, ഒരെണ്ണം വശങ്ങളിലോട്ട്. അതായത് 2 വശങ്ങളും 2 മുകളിലോട്ടുമാണ്. അതുകൊണ്ട് നമ്മൾ അവയെ 2 × 2 എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. എന്നിട്ട് ഇത് ഗുണിച്ചു നോക്കുന്നു. ഇതെങ്ങനെയാണ് ഗുണിക്കേണ്ടതെന്ന് പറഞ്ഞു. 1